നമസ്കാരം. 2026 വിഷുഫലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ഏപ്രിൽ 14 1201 ആണ്ട് മേടമാസം 1 തീയതി ചൊവ്വാഴ്ച. ഉദയാൽപ്പരം 8 നാഴിക 8 വിനാഴിക ചെന്നപ്പോൾ ചതയം നക്ഷത്രം 3-ാം പാദത്തിൽ മേടത്തിൽ രവി സംക്രമിക്കുമ്പോൾ വിഷു പിറക്കുന്നു. ഈ ഒരു വിഷു പിറക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും വിഷുഫലം എപ്രകാരമുണ്ടെന്ന് നോക്കാം. ഓരോ കൂറുകാരുടെയും ചാരവശാലുള്ള ഫലങ്ങൾ പ്രത്യേകമായാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിത രീതിയിൽ അല്പം കുറച്ചൊക്കെ മാറ്റമുണ്ടെങ്കിലും ഏറെക്കുറെ കൃത്യമായ ഫലങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്നും രാജയോഗം നിങ്ങളെ തേടിയെത്തും എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കുന്നില്ല. ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം അനുസരിച്ചുള്ള വളരെ കൃത്യമായ ഫലങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. അടുത്തതായി ഇടവക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. ഇടവം രാശിയിൽ കാർത്തിക 2, 3, 4 പാദങ്ങളും രോഹിണി മകയിരം 1, 2 പാദത്തിലും ജനിച്ച നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലം മേടം രാശിയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടായേക്കാം. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉള്ളത്. നിങ്ങളുടെ അറിവിലേക്കായാണ് ഇത് പറയുന്നത്. അപ്പോൾ അശ്വതി ഭരണിയും കഴിഞ്ഞിട്ട് കാർത്തിക ഭാഗമാണ് മേടം രാശിയിലുള്ളത്. ഭാഗം എന്ന് പറയുമ്പോൾ 1-ാം പാദം. അത് കഴിഞ്ഞുള്ള 2, 3, 4 പാദങ്ങൾ ഇടവം രാശിയിലാണ്. വീണ്ടും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം, ഒരു നക്ഷത്രം ഒരു ദിവസം 60 നാഴികയാണ് ഒരു നക്ഷത്രത്തിനുള്ളത്. 60 നാഴികയിൽ ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിക്കുന്ന നക്ഷത്രം ആ നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്ന് പറയും. അതിനുശേഷം 30 നാഴികയ്ക്കകത്ത് ജനിക്കുന്ന നക്ഷത്രം 2-ാം പാദം എന്ന് പറയും. അതുപോലെ തന്നെ 60 നാഴികയ്ക്കകത്ത് ജനിക്കുന്നത് 4-ാം പാദം എന്നും പറയും. ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ള സംഭവം. ഇതൊക്കെ മനസ്സിലാക്കി വേണം ഒരു വിഷുഫലത്തെ വിലയിരുത്താൻ. കാരണം മേടം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിന് ഒരു ഫലമാണെങ്കിൽ, അതായത് കാർത്തിക നക്ഷത്രം 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് ഒരു ഫലമാണെങ്കിൽ, മേടം രാശിയിൽ ഇടവം രാശിയിൽ 3, 4 പാദത്തിൽ ജനിച്ചവർക്ക് 2, 3, 4 പാദത്തിൽ ജനിച്ചവർക്ക് ഫലം അവരുടെ രാശിയുടെ അടിസ്ഥാനത്തിൽ വേറെ വന്നെന്നും വരാം. ഇപ്രകാരം മനസ്സിലാക്കി വേണം ഏതൊരു ഫലവും നിങ്ങൾ കേട്ടുകൊണ്ട് മനസ്സിലാക്കുവാൻ. അപ്പോൾ 2026 ഈ ഒരു വിഷുഫലം ഇടവം രാശിക്കാരായ കാർത്തിക 2, 3, 4 പാദത്തിൽ ജനിച്ചവർക്കും രോഹിണിയും മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവർക്കുമുള്ള ഫലമാണ് പറയുന്നത്. ഇടവക്കൂറിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷു പിറക്കുന്ന ഫലം, ഈ ഒരു കാലം ഗുണങ്ങളും ദോഷങ്ങളും ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് ഇക്കൂട്ടർക്ക് വിഷു പിറക്കുന്നതോടെ വരുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന വളരെ നല്ലൊരു സമയമാണ്. വിദേശത്ത് ജോലി നോക്കുന്നവർക്കും വിദേശ പര്യടനം ഒക്കെ ചെയ്യുന്നവർക്കുമൊക്കെ ഈ ഒരു സമയം വളരെ നല്ല സമയമാണ്. ഇവർക്ക് വിദേശ യാത്രയൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വിഷു പിറക്കുന്നതിലൂടെ വന്നു ചേരുന്നത്. പുതിയ വാഹനയോഗമൊക്കെ ഇവർക്കുണ്ടാകും. വിവാഹത്തിന് കാലതാമസം നേരിട്ടവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു വളരെ നല്ലൊരു സമയമാണ്.
അതുപോലെ തന്നെ ഇവർക്ക് ജീവിത ശൈലി രോഗങ്ങളൊക്കെ വന്നു ചേരാം. ഇവർക്ക് ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടാകേണ്ട വളരെ ഒരു അത്യാവശ്യം സമയമാണ്. ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. ദേവീ ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവുമൊക്കെ നടത്തി നിങ്ങളുടെ ചെറിയ ചെറിയ ദോഷങ്ങളെ ആവശ്യം വേണ്ട വിധത്തിലുള്ള പൂജകളും വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങൾ അകറ്റുക. വ്യാഴത്തിൻ്റെ രാശിമാറ്റം തുടങ്ങുമ്പോഴേക്കും വ്യാഴപ്പിഴ കാലം നിങ്ങൾക്ക് വന്നു ചേരും. ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അതിനുശേഷം വന്ന് ചേർന്നേക്കാം. അപ്പോൾ എല്ലാം പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. ഇതിൽ പറഞ്ഞതൊക്കെ തീർത്തും നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫലവുമായി തീർത്തും ബന്ധമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട്